ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ വചന കേൾവിയിലൂടെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം ഉത്തരം തരുമാറാകട്ടെ. അസാധ്യ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരട്ടെ. അല്പം കൂടെ ദൈവവചനത്തോടടുക്കുവാൻ, യേശു കർത്താവിനോട് അടുക്കുവാൻ, ദൈവസ്നേഹത്തോട് അടുക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം വായിക്കുന്നു. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് അല്പസമയം മാത്രം പരിശുദ്ധ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആത്മീക ചിന്ത, ആത്മീക ദൂത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. വചനം കേൾക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് വരും. വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരണം സംഭവിക്കും. പ്രിയരെ, നോക്കിക്കേ, ഈ വേദഭാഗത്തിനകത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അവിടെ ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭയത്തിന് എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നു. ഭയത്തിന് എന്തുണ്ട്? ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ വേട്ടയാടിയാൽ, ഭയം ഒരു മനുഷ്യനിൽ കടന്നുകൂടിയാൽ, ആ കടന്നുകൂടിയ ഭയം ആ വ്യക്തിയെ ദണ്ഡിപ്പിക്കും, ടോർച്ചർ ചെയ്യും, ടോർമെൻ്റ് ചെയ്യും. ഓർക്കുക, തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഏകദേശം 365ഓളം തവണ തിരുവചനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാരോട്, മക്കളോട്, ദൈവജനത്തോട് പറയുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. 365ഓളം പ്രാവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന ദൈവശബ്ദമാണ് ഭയപ്പെടുക. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ വേട്ടയാടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ വചന കേൾവി ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയാണ്. ഭയം പുറത്താകുന്ന ഒരു വചന ശുശ്രൂഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 100% ഉറപ്പോടെ ഈ വചനം വിളിച്ചു പറയുന്നു. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയത്തിന് ദണ്ഡനമുണ്ട്. ഒരുപക്ഷെ പലവിധമാകുന്ന കാരണങ്ങളാൽ ഭയം നിങ്ങളുടെ അകത്ത് കയറിക്കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ, വെറുതെ ഇരിക്കുമ്പോൾ പോലും അസ്വസ്ഥത വരുത്തുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളോടുള്ള സ്പെഷ്യൽ ദൂതാണ്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അയച്ച ദൂതാണിത്. ഇത് സ്വീകരിക്കുക. ഇതിൽ പറയുന്നത് പോലെ ജീവിതത്തെ മാറ്റുക. സ്വർഗം നിങ്ങളെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കും. ഓർക്കുക, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 5 ഇന്ദ്രിയങ്ങളുണ്ട്. 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. എന്തിനാണ്? ലോകത്തെ അറിയുവാൻ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട 2 കണ്ണ്, കാത്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര കാഴ്ചകളാണ് ഒരു ദിവസം തന്നെ നമ്മൾ കാണുന്നത്? അറിയുന്നില്ല. എത്ര കോടിക്കണക്കിന് കാഴ്ചകൾ. അപ്പോൾ തന്നെ കേൾവി, എത്ര ശബ്ദങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ നമ്മൾ കേൾക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ശബ്ദം പോലും, വചനം പറയുന്ന ശബ്ദം പോലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, 2 തരത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഒന്ന്, കാഴ്ച. ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയം അകത്ത് കിടക്കും. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കാണുമ്പോൾ ഭയം അകത്ത് കയറിക്കൂടി. അയ്യോ, ആ കാഴ്ച കണ്ട് ഞാൻ പേടിച്ചു പോയി, ആ വ്യക്തിയെ കണ്ട് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ പല കാര്യങ്ങൾ കാണുന്നതിലൂടെ ഭയം അകത്ത് കയറും. 2, പല കാര്യം കേൾക്കുന്നതിലൂടെ ഭയം അകത്ത്. ഒരാൾ ഫോൺ വിളിച്ച് ഇന്ന കാര്യം പറയുന്നു. ഒരാൾ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്താകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, നിങ്ങളെ അറിയാവുന്ന ആരുമായിക്കൊള്ളട്ടെ, എന്തിനേറെ പറയുന്നു, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി പോലും പറയുന്ന സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭയപ്പെടുത്തുന്ന പലതും
നിങ്ങളുടെ ഉള്ളിലേക്ക് ആ കേൾവി കൊണ്ടുവരും. 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ തെളിവായിട്ട് വേഗത്തിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ 11-ാം വാക്യവും അതുപോലെ തന്നെ അതിൻ്റെ 24-ാം വാക്യവും വായിക്കുമ്പോൾ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ആര് ഭയപ്പെട്ടു? ഇസ്രായേലിയരെല്ലാം ഭയപ്പെടുകയാണ്. കാരണം 24-ാം വാക്യത്തിൽ അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. അവൻ മല്ലനാണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി കളഞ്ഞു. 11-ാം വാക്യത്തിൽ എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. ഫെലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും കേൾവി, കാഴ്ച, ഇതിലൂടെ ഭയമകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു, ശക്തിപ്പെടുത്താൻ പോകുന്നു. ആമേൻ. പലതരത്തിലുള്ള ഭയത്തെക്കുറിച്ച് നമ്മൾ അനേക സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്ദേശത്തിനകത്ത് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ പോകുന്നു. ചില സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയം സംഭവിക്കുമെന്നോർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചില അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നോർത്ത് ഭയപ്പെടുന്നുണ്ടോ? അതൊരു പക്ഷേ ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞതായിരിക്കും, നിങ്ങളുടെ വീട്ടിലൊരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു, നീ തകരാൻ പോകുന്നു, നിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വരാൻ പോകുന്നു എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞത് കേട്ടിട്ട് നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോർത്തിട്ട് ആ ഇവൻസിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയമുണ്ടോ? സങ്കീർത്തനം 23:4 ഇങ്ങനെയാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ലോ. അനർത്ഥം സംഭവിക്കുമെന്നുള്ള ഭയം. ഇടയൻ ദൈവമായതുകൊണ്ട് ഞാൻ ഇടയൻ്റെ കയ്യിലെ ആടാണ്, അവൻ്റെ കൈക്കിലെ ആടുകളാണ് ഞാൻ. ആ ആടായ എന്നെ ഒരനർത്ഥവും ഭയപ്പെടുത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ നിരന്തരമായി വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയം ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, പ്രഭാതയാമത്തിൽ തന്നെ മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ആളായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് 3-ാം അധ്യായം വന്നപ്പോൾ താൻ പറയുക, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഭവിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള കാര്യം എന്തുമായിക്കൊള്ളട്ടെ, അതൊരു ഭയം തട്ടിയൊരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഭയം തട്ടി പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത എന്തെന്നുള്ള ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിൽ തട്ടിയിട്ടുണ്ടോ? ആ ഭയത്തെ ഈ ഒരു സെക്കൻഡിൽ തന്നെ ശാസിക്കുക, അല്ലെങ്കിൽ പേടിക്കുന്നത് പോലെ സംഭവിക്കും. പറയാം, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. പ്രിയരെ, ഭയം പിശാചിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മൾ ഒരു സംഭവങ്ങളെ, ഒരു വ്യക്തിയല്ല ഭയപ്പെടേണ്ടത്, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ആമേൻ. തികഞ്ഞ സ്നേഹം ദൈവത്തോടുണ്ടെങ്കിൽ എല്ലാ ഭയവും പുറത്താക്കുന്നത് ആ ഒരൊറ്റ രീതിയിലാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2:17 പറയുന്നു, എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഒരു മനുഷ്യനെയും ഭയപ്പെടാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തരുന്നില്ല. ഭയപ്പെടുന്നത് ദൈവത്തെ, മനുഷ്യനെ ഭയപ്പെടരുത്. മനുഷ്യന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് മനുഷ്യന് കൊടുക്കുക. ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാനാണ് പറയുന്നത്. എബ്രായർ 4:1 അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നമ്മൾ ഭയപ്പെടുക. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണം ഭയം വരാൻ. സംഭവങ്ങളെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും, മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ താണ്ഡവ നൃത്തമാടുന്ന താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടത്തില്ല. കേട്ടോ, എത്ര വലിയ അനർത്ഥത്തിൻ്റെ താഴ്വരയിലൂടെ നീയും നിൻ്റെ കുടുംബമായാലും ദൈവത്തിൻ്റെ പൈതലെ, നല്ലിടയനായ യേശു നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഭയപ്പെടണ്ട. അങ്ങനെ ഒരു അനർത്ഥം നിൻ്റെ കൂടാരത്തിൽ വരത്തില്ല, നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല, നിൻ്റെ ശരീരത്തിൽ വരത്തില്ല, നിൻ്റെ ജോലിയിൽ വരത്തില്ല, നിൻ്റെ ഭാവിയിൽ വരത്തില്ല. വിശ്വസിക്കുക. 2, വ്യക്തികളെക്കുറിച്ചുള്ള ഭയമാണ്. വ്യക്തികളെ ഭയപ്പെടരുത്, വ്യക്തികളെ ബഹുമാനിക്കണം, വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യണം. അധികാരികളായിരിക്കാം, മറ്റു മനുഷ്യർ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ നിരന്തരം ടോർച്ചർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഭയപ്പെടരുത് കേട്ടോ, ഭയപ്പെടരുത്, പേടിക്കരുത്.
27 സങ്കീർത്തനം അതിനുള്ള ഉത്തരമാണ്. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അദ്ദേഹം ചോദിക്കുക, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷ, ഞാൻ ആരെ പേടിക്കും? ആരെ ഭയപ്പെടും? അടുത്ത് പറയുക, എൻ്റെ വൈര്യങ്ങളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അടുത്ത് താൻ പറയുക, ഒരു സൈന്യം, ഹല്ലേലൂയ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് താൻ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പറയുകയാണ്. യഹോവയുടെ ആലയത്തിൽ വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. കണ്ടോ, വ്യക്തികളെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ തട്ടുന്നുണ്ടോ? പഴയ നിയമത്തിൽ എലിയാവിന് അങ്ങനെ ഒരു ഭയം തട്ടിയിരുന്നു. ശൗലിന് ഗോലിയാത്തിനെക്കുറിച്ചുള്ള ഭയം തട്ടിയിരുന്നു. പക്ഷേ മാനുഷിക ഭയം ഒരു കെണിയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവന് രക്ഷയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. മനുഷ്യരെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ചില വ്യക്തികളുടെ മുഖം പലപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് തെളിഞ്ഞു വന്നിട്ട് രാത്രി സ്വപ്നത്തിൽ പോലും ആ വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ട് ഞെട്ടി ഉണരുന്ന ഒരു അനുഭവം ഉണ്ടോ? ഇന്നലകളുടെ ചരിത്രത്തിൽ എവിടെയൊക്കെയോ വേദനിപ്പിച്ച വ്യക്തികൾ, നിങ്ങളെ ഭയപ്പെടുത്തിയ വ്യക്തികൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നു അതൊരു കെണിയാകട്ടോ, അതിൽ നിന്ന് പുറത്തു വരണം. ഈ വചന ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പറയുന്ന ആളെ നിങ്ങൾ കേൾക്കുന്നില്ല, കാണുന്നില്ല, പക്ഷേ ഈ ശബ്ദം കേൾക്കുമ്പോൾ വചനമാണ്, വചനത്തിൻ്റെ ശക്തിയുണ്ട്, സ്വർഗത്തിൽ സ്ഥിരമായതാണ്, അതിനിന്നും ക്രിയ ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ചൈതന്യപ്പെടുത്തും. വ്യക്തികളെക്കുറിച്ചുള്ള ഭയം. യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. മോശ ലക്ഷക്കണക്കിന് ആളുകളെ നയിച്ച ഒരു നല്ല ലീഡറാണ്. പക്ഷേ അതിനുശേഷം ഈ ഒരു മഹാകൂട്ടത്തെ നയിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ ചില ഭയങ്ങൾ, നിരാശകളും ഭയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യോശുവയോട് കർത്താവ് 1-ാം അധ്യായത്തിൽ പറയാം, നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യരും നിൻ്റെ നേരെ നിൽക്കത്തില്ല, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. അതേ പ്രിയരെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്നോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ, കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ആ ഒരു വിശ്വാസമാണ് നമ്മളെ ഭരിക്കേണ്ടത്. താഴ്വരയിൽ, കൂരിളുടെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടത്തില്ല, കാരണം എന്നോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാ രാജാവിനെക്കുറിച്ച് അവിടെ വായിക്കുക. അശൂർ രാജാവായ സൻഹേരിബ് എന്ന് പറയുന്ന മനുഷ്യൻ വന്ന് യഹൂദയിൽ കടന്ന് അതിനെതിരെ ആക്രമണത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഹിസ്കിയാ രാജാവ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. 2 ദിനവൃത്താന്ത പുസ്തകം 32-ന്റെ 8-ാം വാക്യം, 7-8 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അശൂർ രാജാവിനെയും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അടുത്തത് നാം പറയുക, അവനോട് കൂടെയുള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും, എൻ്റെ പ്രതികൂലങ്ങളോട് വലിയ സൈന്യമായിരിക്കും എൻ്റെ പ്രതികൂലം, ആ പ്രതികൂലങ്ങളോട് കൂടെയുള്ളതിനേക്കാൾ, പ്രതിസന്ധികളോട് കൂടെയുള്ളതിനേക്കാൾ വലിയ ഒരുവൻ, ആമേൻ, അവരോട് കൂടെയുള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അടുത്ത താൻ പറയാം, അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്താനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഒരു വിശ്വാസമാണ് നമ്മളെ നടത്തേണ്ടത്. നമ്മോട് കൂടെ വലിയ ഒരുവനുണ്ട്, വലിയൊരുവൻ. അതല്ലേ എലീശ പ്രവാചകൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞത്? അരാമി സൈന്യം പാളയം ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. അതല്ലേ ലേഖനങ്ങളിൽ പറയുന്നത്? നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ അധികം. നിൻ്റെ കൂടെ ആരാ ഉള്ളേ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവ്വശക്തനായ ദൈവമല്ലേ? നീ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, അറിയുന്ന ഒരാളുണ്ട്. നിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരുവനുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പശ്ചിമതീരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ അവൻ കൊല്ലുവാൻ വേണ്ടി യോഹന്നാനെ അകപ്പെടുത്തിയിട്ടപ്പോൾ അവിടെ ആരെയൊക്കെ നാട് കടത്തിയിട്ടുണ്ടോ, ദൊമീഷ്യനും നീറോയൊക്കെ, അവരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ അവിടെ കാണാൻ കഴിയുമായിരിക്കാം. പക്ഷേ യോഹന്നാൻ ആത്മവിവശനായി കർത്തൃദിവസത്തിൽ നിന്നപ്പോൾ വെളിപ്പാട് 1:7 വായിക്കുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. അടുത്തത്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും
അന്ത്യനും ജീവനുള്ളവനാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, നമ്മൾ ആരാധിക്കുന്ന യേശു, നമ്മൾ വിശ്വസിക്കുന്ന യേശു, അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അന്ത്യനാണ്, ആദിയും അന്തവുമായ ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകല നാമത്തിനും മേലായ നാമമായവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടുള്ള വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, ഉയരത്തിലുള്ളതാകട്ടെ, താഴ്ചയുള്ള, അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലത്തിനും തലയായ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭയപ്പെടുത്തുവാൻ പലരും നമ്മുടെ അരികിൽ വരുമ്പോൾ വിളിച്ചു പറയണം, എന്നോട് കൂടെയുള്ളവൻ അവരെക്കാളും വലിയൊരുവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ ഭരിക്കേണ്ടത് കേട്ടോ. അതാണ് യോശുവ വ്യക്തികളെ ഭയപ്പെട്ടപ്പോൾ പറയുക, നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. മോശയോട് കൂടിയിരുന്ന പോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കൂടിയിരിക്കുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. ഒറ്റയ്ക്കായിരിക്കും നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ലായിരിക്കും, ആരും നിങ്ങളെ ഗൈഡ് ചെയ്യാനില്ലായിരിക്കും. ഞാൻ പറയാം, നിൻ്റെ കൂടിയിരിക്കുന്നൊരു ദൈവമുണ്ട്. ഒന്ന്, സംഭവങ്ങളെക്കുറിച്ചുള്ള ഭയം. രണ്ട്, വ്യക്തികളെക്കുറിച്ചുള്ള ഭയം. മൂന്നാമത്, ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായി കൈമാറും കർത്താവിൻ്റെ ഈ തന്ന മറ്റൊരു ഭയത്തെക്കുറിച്ച് പറയുന്നു. അത് ഉറങ്ങുമ്പോഴുള്ള ഭയമാണ്. അതായത് താമസ സ്ഥലത്ത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, അങ്ങനൊരു ഭയം. ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നത്, യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുന്നു. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിൻ്റെ മമത അന്വേഷിക്കും. കണ്ടോ, നീ കിടക്കും, ആരും നിന്നെ രാത്രി യാമങ്ങളിൽ ഭയത്തോടെ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. സങ്കീർത്തനം 4:8, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനം 91:5-6, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന നിനക്ക്, പ്രാർത്ഥിക്കുന്ന നിനക്ക്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന നിനക്ക്, ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്ന നിനക്കൊന്നിനെയും പേടിക്കാനില്ല. എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവം നമ്മളെ സൂക്ഷിച്ചാലേ നമുക്ക് ഒരു സൂക്ഷിപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആമേൻ. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 21 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ രാത്രിയിലെ ഭയത്തെക്കുറിച്ച്, ഉറങ്ങുമ്പോഴുള്ള ഭയത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് പറയണം. മകനെ, ജ്ഞാനവും വകതിരും കാത്തുകൊള്ളുക, അവൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, അവൻ നിനക്ക് ജീവനും നിൻ്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അടുത്തത്, അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിൻ്റെ കാൽ ഇടറുകയില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല. കണ്ടോ, നീ കിടക്കാൻ പോകുമ്പോൾ നൂറുകണക്കിന് ഭയം അകത്ത് കടന്ന്, നാളെ എന്താകും പലവിധമാകുന്ന ഭയം അകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ കിടക്കാൻ പോകുമ്പോൾ, വിളിച്ചു പറഞ്ഞേ, ഞാൻ കിടക്കാൻ പോകുമ്പോൾ എനിക്ക് പേടി ഉണ്ടാകുകയില്ല, കിടക്കുമ്പോൾ എൻ്റെ ഉറക്കം സുഖമായിരിക്കും. 3-ാം അധ്യായത്തിൻ്റെ 25, പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും, അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ നിൽക്കുന്ന താമസ സ്ഥലത്ത് നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നീ യാത്ര ചെയ്യുമ്പോൾ നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു കാരണത്തെക്കുറിച്ച് നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടേണ്ടത് ആരെയാ? സർവശക്തനായ ദൈവത്തെയാ. ലൂക്കോസ് 12:5, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തെ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. യഹൂദന്മാരെ പേടിച്ച് റൂമിനകത്ത് അകപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ഭയപ്പെട്ടു, പേടിച്ചു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച, യേശു അവർ നിന്ന വീടിൻ്റെ അകത്ത് കയറിക്കൂടിയിട്ട് പറയുക, യേശു വന്ന് നടുവിൽ നിന്നിട്ട് പറയുക 20:19, നിങ്ങൾക്ക് സമാധാനം. അതേ പ്രിയരെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. അതിനൊന്നാ ഒരു വിശ്വാസമാണ്. എന്താ വിശ്വസിക്കേണ്ടത്? യേശു എൻ്റെ കൂടെയുണ്ട്. കർത്താവ് അറിയാതെ എൻ്റെ ശിരസിലെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മളോട് പറയുന്ന കാര്യമാണ്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഇത് ചെറിയ കാര്യമല്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നത്. മനോഭീതിയുള്ളവരോട് ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം എന്നാണ് പ്രവചന പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതേ പ്രിയരെ, ഒരു വിശ്വാസം നമ്മളെ ഭരിക്കട്ടെ.
യേശു എൻ്റെ കൂടെയുണ്ട്. യേശുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല. കർത്താവിനെ ഞാൻ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് ഭയമില്ല. ഭാവിയിൽ സംഭവിക്കുമെന്ന് മറ്റുള്ളവർ ഭയപ്പെടുന്നതിനെ ഞാൻ ഭയപ്പെടത്തില്ല. വ്യക്തികളെ ഞാൻ ഭയപ്പെടത്തില്ല. രാത്രിയിലെ ഭയം എനിക്ക് വരത്തില്ല. ഹല്ലേലൂയ. കിടക്കുമ്പോൾ എനിക്ക് ഭയമുണ്ടാകില്ല. കാരണം നിൻ്റെ കൂടെ ഉറങ്ങാതെ മയങ്ങാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു പരിപാലകനുണ്ട്. യഹോവ നിൻ്റെ പരിപാലകനാണ്. അവൻ നിൻ്റെ സഹായകനാണ്. ഒന്ന്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഭയം തട്ടി കേട്ടോ. കൊരിന്ത് പട്ടണത്തിൽ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അഥേന വിട്ട് കൊരിന്തിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചെറിയ ഭയം തട്ടി. അതുകൊണ്ട് ആ കർത്താവ് രാത്രിയിൽ തന്നോട് ദർശനത്തിൽ ഇടപെട്ടിട്ട് പറയുക 9-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഒന്ന് കർത്താവ് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഭയം വിട്ടുമാറും കേട്ടോ. പ്രാർത്ഥിച്ചു നോക്ക്. ഭയം തട്ടുമ്പോൾ പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഭയം വിട്ടുമാറും. വലിയൊരു ഡെലിവറൻസ് നിങ്ങളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുമെന്നേ. സങ്കീർത്തനം 34:4 സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചെന്ന് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ ഭയമെല്ലാം മാറിയെന്ന്. എത്ര വലിയ ഭയം തട്ടിയാലും പ്രാർത്ഥിക്കാനിരിക്കെ ഭയം മാറും. മനുഷ്യർ നിന്നെ ഭയപ്പെടുത്താൻ നോക്കും കേട്ടോ. സ്തോത്രം. പ്രവാചകന്മാർ എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഒരുപക്ഷെ നിന്നെ ഭയപ്പെടുത്തുമായിരിക്കും. പക്ഷെ നീ വിളിച്ചു പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ എന്നെ ദൈവം ശക്തനാ. ഏതൊരു സാഹചര്യത്തിലും നിൻ്റെ കൂടിയിരിക്കുന്ന ദൈവം യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. 2, പ്രാർത്ഥിക്കുക. 3, നമ്മൾ അല്പം മുമ്പേ പറഞ്ഞു, യോബ് 11:18, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. പ്രത്യാശ വേണം, ഹോപ്പ് വേണം. ദൈവം പ്രവർത്തിക്കുമെന്നുള്ള പ്രത്യാശ, വചനത്തിനകത്തുള്ള പ്രത്യാശ, ദൈവം പറഞ്ഞ ദൂതിനകത്തുള്ള പ്രത്യാശ. ആമേൻ. പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും. 1, വിശ്വാസം വേണം. എന്തിൽ വിശ്വസിക്കും? കർത്താവിൻ്റെ കൂടെയുണ്ട്. 2, പ്രാർത്ഥന. 3, പ്രത്യാശ. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഭയം നമ്മെ വിട്ടുമാറും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവാണ്. അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല കേട്ടോ, ഭയപ്പെടുത്തുന്ന ആത്മാവ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഭയം തട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് ദൈവികമല്ല. അതിനകത്ത് എന്തോ ഒരു ഈവിൽ സ്പിരിറ്റിൻ്റെ സ്വാധീനമുണ്ട്. ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനകത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഭയം തട്ടുന്നുണ്ട്, അത് ദൈവികമല്ല. ഒരു വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിച്ചു, ഭയം തട്ടി, ദൈവികമല്ല, ഉറപ്പാണ്. ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല. സമാധാനത്തിൽ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞൊരു രക്ഷകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ഒരു തീരുമാനമെടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വിശ്വസിക്കും, എനിക്ക് പ്രത്യാശയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറ. വ്യക്തികളെക്കുറിച്ചുള്ള ഭയം വിട്ടുമാറും കേട്ടോ. സംഭവങ്ങളെക്കുറിച്ചുള്ള ഭയം വിട്ടുമാറും കേട്ടോ. രാത്രിയിലെ ഭയവും അസ്വസ്ഥതകളും കർത്താവ് മാറ്റാൻ പോവുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിൽ നിലനിൽക്കാൻ കർത്താവ് കൃപ തരണമേ. ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഏതെങ്കിലും ഈ ശബ്ദം കേട്ട വ്യക്തികളിൽ ഉണ്ടെങ്കിൽ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തണേ. കർത്താവ് ഞങ്ങളുടെ കൂടെ എന്നുള്ള വിശ്വാസം ഞങ്ങളെ ഭരിക്കട്ടെ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന വചനപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കർത്താവേ, അത്ഭുതം ചെയ്യണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. വചനം കേട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.